പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാര്യങ്ങൾ ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവിൽ വന്ന് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ മാനസയുടെ പ്രതിബന്ധങ്ങൾ മറികടന്നുകൊണ്ട് സാഗറിനെ ചെന്ന് കണ്ടിരിക്കുകയാണ് കൺമണി. മാത്രവുമല്ല, അവിടെ വെച്ചാണ് കൺമണിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള ആവശ്യം സാഗർ ഉന്നയിക്കുന്നത്. സാഗർ പറയുകയാണ്, ഈ വിവാഹത്തിന് ഞാൻ എതിര് നിൽക്കണ്ട എങ്കിൽ കൺമണി മറ്റൊരു കാര്യം കമ്പനിക്ക് വേണ്ടി ചെയ്തേ തീരൂ. കൃഷിനെ വിവാഹം കഴിക്കുകയാണ് എങ്കിൽ ജോലി രാജിവെച്ചേ മതിയാകൂ. എന്തായാലും കൺമണി വളരെയധികം തീരുമാനിച്ച് എടുക്കേണ്ട ഒരു തീരുമാനം ആണ് ഇത്. കൺമണിയെ സുജ അംഗീകരിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. ഇതെല്ലാം കേട്ടതിനെ തുടർന്ന് എന്തു ചെയ്യണം എന്നറിയാതെ നിൽക്കുകയാണ് കൺമണി. എന്തായാലും കൺമണി ആലോചിച്ച് ഒരു തീരുമാനം എടുക്കുക. കൃഷിൻ്റെ കൂടെ ഒരു ജീവിതം വേണോ എന്ന് കൺമണിയുടെ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ്. ഇതേ തുടർന്ന് കൺമണി പുറത്തേക്കിറങ്ങുമ്പോൾ കൺമണിയെ തല്ലുന്നതിനായി മാനസ എത്തുന്നുവെങ്കിലും മാനസയുടെ മുഖത്തടിച്ചിരിക്കുകയാണ് കൃഷ്. ആറി നിക്കടി, ശല്യപ്പെടുത്താതെ പൊക്കോണം ഇവിടെയെന്നുള്ള ഭീഷണിയും കൃഷ് മുഴക്കിയത് മാനസയെ ഞെട്ടിച്ചു കളയുന്നു. അടികൊണ്ട മാനസ ഇതോടെ ആകെ പതറിപ്പോയിരിക്കുകയാണ്. പക്ഷേ തൻ്റെ തീരുമാനം എന്താകും എന്നറിയാതെ നിൽക്കുകയാണ് ഇപ്പോൾ കൺമണി. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.